വചനം തിരുവചനം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മളിൽ കുടികൊള്ളുന്ന ഓർമ്മ നമ്മളെ ഭരിക്കട്ടെ. ആ പിതാവിൻ്റെ പരിശുദ്ധ സ്നേഹം നമ്മളെപ്പോഴും പൊതിഞ്ഞു നിൽക്കട്ടെ. അവിടുത്തെ പ്രിയപുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷ നമുക്കെപ്പോഴും സജീവമായി മാറട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം നമ്മുടെ മേലുണ്ടാകുകയും വചനത്താൽ സകല മനുഷ്യരുടെയും ഹൃദയത്തെ അവിടുന്ന് പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട അമ്മയും നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹായം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ ദൈവത്തിൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലേയ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി: ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. വീണ്ടും 3:11 നമ്മൾ വായിക്കുന്നു: ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഈ ഒരു ബോധ്യം നമ്മളിൽ വേരുറക്കട്ടെ. ഈ ഒരു ബോധ്യം നമ്മളെ നയിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ അവരെ നോക്കി നമുക്ക് ആശംസിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. പരസ്പരം സ്നേഹിക്കുവിൻ. അത് ഈശോയുടെ കൽപ്പനയാണ്. ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ കൽപ്പന, അല്ലെങ്കിൽ എല്ലാ കൽപ്പനകളുടെയും പൂർണ്ണതയായ കൽപ്പന. പരസ്പരം സ്നേഹിക്കുവിൻ. അതേ അധ്യായത്തിൽ 15-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ അവിടുന്ന് പറയുകയാണ്: ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പോൾ ഈശോയുടെ സ്നേഹിതരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ. ഈശോയുടെ സ്നേഹിതരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ഞാൻ ഈശോയുടെ സ്നേഹിതനാണ്, അഥവാ നിങ്ങൾ ഓരോരുത്തരും ഈശോയുടെ സ്നേഹിതരാണ് എന്ന് തിരിച്ചറിയുന്നത് ഈശോ വെക്കുന്ന മാനദണ്ഡം സ്നേഹമാണ്. നമ്മുടെ പരസ്പരമുള്ള സ്നേഹം വഴിയായിട്ട് ഈശോയുമായിട്ട് എനിക്ക് എത്രമാത്രം അടുപ്പമുണ്ട് എന്ന് ഈശോ തന്നെ പരിശോധിക്കുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് അയൽക്കാരിലേക്കുള്ള ഒരു ആത്മീയ യാത്രയാണ്. അപരനെ അഥവാ അയൽക്കാരനെ മാറ്റി നിർത്തിയുള്ള ഒരു ആത്മീയ ജീവിതം ക്രിസ്ത്യാനിക്ക് അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അയൽക്കാരൻ ഒരവകാശമാണ്, ഒരു അത്യാവശ്യമാണ്. കാരണം ഈശോ പറഞ്ഞ കൽപ്പന പൂർത്തീകരിക്കുവാൻ വേണ്ടി, ഈശോ പറഞ്ഞ കൽപ്പന ജീവിക്കുവാൻ വേണ്ടി എനിക്ക് മറ്റുള്ളവരെ ആവശ്യമുണ്ട്. ഒറ്റയ്ക്ക് എനിക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ക്രൈസ്തവ ജീവിതം ഒറ്റപ്പെട്ട തുരുത്തുകളുടെ ജീവിതമല്ല, കൂട്ടായ്മയുടെ ജീവിതമാണ് നമ്മളെല്ലാ കാലത്തും കേട്ടിട്ടുണ്ട്. അത് കുടുംബം എന്നൊരു കൂട്ടായ്മയാകാം, ഇടവക എന്നൊരു കൂട്ടായ്മയാകാം, സമൂഹം എന്ന നിലയിൽ കൂട്ടായ്മയാകാം. അങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലാണ് ക്രൈസ്തവ വിശ്വാസം വളരുന്നത്.
ക്രൈസ്തവ വിശ്വാസം ആഴപ്പെടുന്നത്. അപ്പോൾ ഈശോയുടെ ഈ കൽപ്പന പ്രകാരം നമുക്ക് ഉള്ള സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകേണ്ടത് അനിവാര്യമാണ്. ഇനി ഈ സഹോദര സ്നേഹത്തിൻ്റെ ഉറവിടം, ഇതിൻ്റെ ആഴം, അതെത്ര കാലത്തേക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു വികാരം ഉണ്ടാക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടില്ല. നമ്മുടെ ഉള്ളിലില്ലാത്ത ഒരു വികാരം ഉണ്ടാക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. സ്നേഹത്തെ കേവലം ഒരു വികാരമായി കണ്ടാൽ പോലും അത് നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ദൈവത്തിന് അത് ആവശ്യപ്പെടാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അതുണ്ട്. സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട്. സ്നേഹം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം, നാം അവിടുത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ സോഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. 2 അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിനടുത്തേക്ക് ഒരു മരുഭൂമിയുടെ ദൂതൻ വന്നു, മരുഭൂമി പറഞ്ഞിട്ട്. എന്നിട്ട് നദികളോട്, ഈ അരുവികളോട് ആവശ്യപ്പെട്ടു, നിങ്ങളിന് എത്ര കാലമായി ഇങ്ങനെ ഒഴുകുന്നു? നിങ്ങൾ ഈ മരുഭൂമിയിലേക്ക് ഒഴുകുമായിരുന്നെങ്കിൽ അത് നനഞ്ഞ് കുതിർന്ന് വളക്കൂറുള്ള മണ്ണായി, ഫലപുഷ്ടമുള്ള മണ്ണായി അത് മാറുമായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ അരുവികൾക്ക് സന്തോഷം. അതിൽ 1-ാമത്തെ അരുവ് പറഞ്ഞു, ശരി, നമുക്ക് എത്രയും വേഗം ഈ മരുഭൂമിയിലേക്ക് ഒഴുകാം, അവിടെ ഗുണമുണ്ടാകട്ടെ. അപ്പോൾ ഈ 2-ാമത്തെ അരുവ് പറഞ്ഞു, നമ്മളിപ്പോൾ ഉടനെ ഒഴുകാൻ പോയാൽ നമ്മുടെ വെള്ളത്തിൻ്റെ സോഴ്സ് തീരും, പിന്നെ നമ്മളും വറ്റി വരണ്ട് ഈ മരുഭൂമി പോലെയാകും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പുറം ആ മലയുടെ അങ്ങേ ചെരുവിൽ ഒരു തടാകമുണ്ട്, ആ തടാകത്തിലേക്ക് പോയി നമുക്കൊരു തടാകവുമായിട്ടൊരു കരാറിലേർപ്പെടാം. പക്ഷേ ഈ 1-ാമത്തെ അരുവിക്ക് താല്പര്യം തോന്നിയില്ല. അത് പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തു. മരുഭൂമി പറഞ്ഞതുപോലെ അങ്ങോട്ടൊക്കെ ഒഴുകി. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അത് വറ്റി വരണ്ടു പോയി. ഈ 2-ാമത്തെ അരുവി എന്നാൽ തീരാത്ത, വറ്റാത്ത ഈ ജലത്തിൻ്റെ സ്രോതസ്സായ ആ തടാകത്തിലേക്ക് ചെന്ന് അതുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് പിന്നീട് ഈ മരുഭൂമിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. അതിപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അതെന്നും ഒഴുകും. കാരണം അതിന് ഒരു വലിയ ഒരു ഉറവിടവുമായി, ജലത്തിൻ്റെ സ്രോതസ്സുമായി ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ സഹോദരങ്ങളെ സ്നേഹിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഈ സ്രോതസ്സിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത് ഇങ്ങനെയാണ്, സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികൾ നിർബന്ധമായും ദൈവസ്നേഹം അനുഭവിച്ചിരിക്കണം. സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ നിർബന്ധമായും ദൈവസ്നേഹം അനുഭവിച്ചിരിക്കണം. കാരണം നമുക്കറിയാം, നമുക്ക് പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമ്മുടെ സ്നേഹങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ കുറഞ്ഞു പോകുന്ന പോലെ, തീർന്നു പോകുന്ന പോലെ. കാരണം ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ സ്നേഹം വറ്റി വരണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ ആദ്യമേ സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ നിന്നാണ് നമ്മുടെ സഹോദര സ്നേഹം ഉണ്ടാകുന്നത്. ആ സ്നേഹമുള്ള വ്യക്തിയാണ് അപരനിലേക്ക്, അയൽക്കാരനിലേക്ക് യാത്ര നടത്തുന്നത്. നമുക്കറിയാം, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ദൈവം അത്ര അദൃശ്യനുമല്ല. ആ ദൈവം കർത്താവായ യേശു ക്രിസ്തുവായി മനുഷ്യാവതാരം ചെയ്തതോടുകൂടെ ദൈവത്തെ കുറേയൊക്കെ മനുഷ്യന് പ്രാപ്യമായി തോന്നി. പിന്നീട് പല വിധത്തിലും അവിടുന്ന് ദൃശ്യനാകുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അവിടുത്തെ ദൈവത്തെ ധ്യാനിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ അവിടുന്ന് ദൃശ്യനാകുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ ഉള്ളിൽ ദൈവം ദൃശ്യനാകുന്നു. വചനത്തിൽ അവിടുന്ന് ദൃശ്യനാകുന്നു. കൂദാശകളിൽ, സവിശേഷമായ രീതിയിൽ വിശുദ്ധ കുർബാനയിൽ, ദിവ്യകാരുണ്യത്തിൽ ദൈവം ദൃശ്യനാകുന്നു. വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ദൈവം ദൃശ്യനാകുന്നു. ഇങ്ങനെ ദൈവം തൻ്റെ സാന്നിധ്യം കാലാകാലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, ആ സ്നേഹത്തെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ സഹോദരങ്ങളിലേക്ക് മെല്ലെ ഒഴുകാൻ തുടങ്ങുന്നുള്ളതാണ്.
ഇതൊരു വളർച്ചയാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ സ്നേഹം കേവലൊരു വികാരമല്ല. സ്നേഹത്തിൻ്റെ വികാരത്തിന് തലമുണ്ട്, നിഷേധിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ആദ്യ പ്രകാശനമാണ്. യഥാർത്ഥ സ്നേഹം വികാരത്താൽ അധിഷ്ഠിതമല്ല എന്ന് നമ്മൾ ഓർക്കുന്നു. ആ സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ആ ശക്തിയാണ് ഒരു മനുഷ്യൻ്റെ എല്ലാ കഴിവുകളെയും പ്രവർത്തിക്കുന്നത്. അവൻ്റെ കഴിവുകളെ, അവൻ്റെ സിദ്ധികളെ, അവൻ്റെ മനസ്സിനെ, അവൻ്റെ ആത്മാവിനെ, ബുദ്ധിയെ എല്ലാം പ്രചോദിപ്പിക്കുന്നതും പക്വമതിയാക്കുന്നതും ഈ സ്നേഹമാണെന്ന് നമ്മൾ ഓർക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം ഒരു മനുഷ്യൻ്റെ സമസ്ത മേഖലയിലേക്കും വ്യാപിക്കേണ്ട ഒന്നാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദൈവേഷ്ടമെന്ന് പറയുന്നത് പുറമെ നിന്നും ആരും എന്നെ അടിച്ചേൽപ്പിക്കുന്നതല്ല, അതെൻ്റെ ഉള്ളിൽ സ്വതസിദ്ധമായ ശൈലിയിൽ രൂപപ്പെടുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ ആനന്ദം അനുഭവിക്കുന്നത്, സന്തോഷം അനുഭവിക്കുന്നത്, സമാധാനം അനുഭവിക്കുന്നത്, സംതൃപ്തനായി ജീവിക്കുന്നത്. 73-ാം സങ്കീർത്തനത്തിൽ 28-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പറയുന്നു, എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഇതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ആനന്ദം. നമുക്കറിയാം ബാക്കിയെല്ലാം വികാരപരമായ കാര്യങ്ങളാണ്. വികാരം വരികയും പോവുകയും ചെയ്യും, ഏറ്റക്കുറച്ചിലുണ്ടാകും. എന്നാൽ ദൈവ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലില്ല. ആ സ്നേഹം നമ്മുടെ മൊത്തം സ്വഭാവത്തെ, ജീവിതത്തെ ആകമാനം ചൂഴ്ന്നു നിൽക്കുന്ന ഒരനുഭവമാണ്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്, ദൈവത്തോട് ഒട്ടി നിൽക്കുന്നത് ആനന്ദദായകമായ ഒരവസ്ഥയായി, അനുഭവമായി ഒരുവന് തോന്നുമ്പോഴാണ് ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ സ്നേഹം ആരെയും കത്തിക്കുന്നില്ല. ആ സ്നേഹം സ്വയം കത്തുന്ന സ്നേഹമാണ്. കണക്ക് നോക്കാതെ, കണക്ക് പറയാതെ, ലാഭനഷ്ടങ്ങൾ നോക്കാതെ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദര സ്നേഹം നമ്മൾ രൂപപ്പെടുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവസ്നേഹത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അത് വെറുമൊരു തോന്നലല്ല, ഒരു വികാര പ്രകടനമല്ല, വാത്സല്യമോ ഇഷ്ടമോ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് പ്രേമമോ അല്ല. അത് ബോധപൂർവമായ പരിപൂർണ അറിവോടും സമ്മതത്തോടും കൂടിയ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ വ്യക്തിയെ ആകമാനം അല്ലെങ്കിൽ അയൽക്കാരനെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളുകയാണ്. നന്മ തിന്മകളുണ്ട്, ഉയർച്ച താഴ്ചകളുണ്ട്, അപാകതകളുണ്ട്, പരിമിതികളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ പക്വമായ സഹോദര സ്നേഹം ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. അവൻ്റെ നന്മ നമ്മൾ ആഗ്രഹിക്കുന്നു, എന്തെങ്കിലും തിന്മ വരുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നു. ആ വ്യക്തിയുടെ പുരോഗതിയിൽ നമ്മൾ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഇങ്ങനെ നമ്മുടെ സ്ഥാനത്ത് തന്നെ അപരനെ കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു സ്വഭാവം അത് ദൈവത്തിൽ നിന്ന് രൂപപ്പെടേണ്ട ഒരു സ്വഭാവമാണെന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് സ്നേഹമായിരിക്കും അവസാന വിധിയാളൻ. അതുകൊണ്ടാണ് ക്രിസ്തു ശിഷ്യന് ഒരു അയൽക്കാരൻ അനിവാര്യമാണെന്ന് പറയാൻ കാരണം, അത്യാവശ്യമാണെന്ന് പറയാൻ കാരണം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കണം. അല്ലെങ്കിൽ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക? അപ്പോൾ ദൈവം നമുക്ക് ദൃശ്യനാകുന്നത് നമ്മുടെ സഹോദരങ്ങൾ കൂടിയാണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ കാണാത്ത ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് വെറുമൊരു വാക്കിലല്ല, ചില പ്രയോഗത്തിലല്ല, മറിച്ച് അത് ആത്മാർത്ഥമായി സംഭവിക്കുന്നു, യാഥാർത്ഥ്യമായി ഭവിക്കുന്നു. എപ്പോൾ? സഹോദരങ്ങളെ, മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ സഹോദരൻ, അയൽക്കാരൻ നമുക്ക് ശല്യമല്ല. അവന് നിഷേധിക്കുന്നത് ദൈവനിഷേധപരമായ ഒരു പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നാണല്ലോ ഈശോ നമ്മോട് പറയുന്നത്. ജോസഫ് പേപ്പർ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരിക്കലും ഇങ്ങനെയാണ് എഴുതിയത്, സ്നേഹത്തെ പ്രതിയല്ലാതെ നാം ഒന്നും ഉപേക്ഷിക്കുന്നില്ല. സ്നേഹത്തെ പ്രതിയല്ലാതെ നാം ഒന്നും ഉപേക്ഷിക്കുന്നില്ല.
എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ത്യജിച്ചുവോ അതെല്ലാം സ്നേഹത്തെ പ്രതിയാണ്. എന്തെല്ലാം കാര്യം നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിത പങ്കാളിയുള്ള സ്നേഹത്തിന്, ചിലപ്പോൾ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്നേഹത്തെ പ്രതി നമ്മൾ ത്യജിക്കുന്നു. അഥവാ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ത്യജിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇല്ല എന്ന് തന്നെയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം പരിചിതമായ വാക്യമാണ്. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. അപ്പം ആകാശവും ഭൂമിയും ഉയർന്നു നിൽക്കുന്ന നമുക്കറിയാം. ഇങ്ങനെ ആകാശവും ഭൂമിയും അകന്നു നിൽക്കുന്നു, ദൈവവും മനുഷ്യനും അകന്നു നിൽക്കുന്നു. ഇങ്ങനെ അകന്നു നിൽക്കുന്ന മനുഷ്യനെ അടുപ്പിക്കുവാൻ വേണ്ടി, ആകാശത്തിൻ്റെയും ഭൂമിയുടെ അകൽച്ച കുറയ്ക്കുവാൻ വേണ്ടി, സ്വർഗത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും ദൂരം കുറയ്ക്കുവാൻ വേണ്ടി, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ദൂരം കുറയ്ക്കുവാൻ വേണ്ടി കാലാകാലമായി എല്ലാ മതങ്ങളും എല്ലാ സംവിധാനങ്ങളും ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അവരെല്ലാം പരാജയപ്പെട്ടെടുത്ത് സാക്ഷാൽ ഈശോ വിജയം വരിച്ചു. ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവന് ലഭിച്ച മനുഷ്യ ശരീരത്തോടു കൂടെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ച് ഈ മനുഷ്യകുലത്തിന് വേണ്ടി തന്നെ ബലിയായി സമർപ്പിക്കുമ്പോൾ ഈ ദൂരത്തെ അവൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഈ അകൽച്ചയെ അവൻ ഇല്ലാതാക്കുകയാണ്. അങ്ങനെ യേശുക്രിസ്തു ഇല്ലാതാക്കിയ ഈ അകൽച്ച, യേശുക്രിസ്തുവിലൂടെ രൂപപ്പെട്ട ഈ അടുപ്പം, അതാണ് നമ്മുടെ സഹോദരങ്ങളിലേക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് സഹോദരനുമായിട്ടുള്ള എൻ്റെ ദൂരം അറിയുന്നത്, ദൈവവുമായിട്ടുള്ള എൻ്റെ ദൂരം അറിയുന്നത് അളവുകോല് വെച്ചല്ല, സ്കെയിൽ വെച്ചല്ല, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടാണ്. അയൽക്കാരൻ എനിക്ക് എത്ര അടുത്താണ്, എൻ്റെ അടുപ്പങ്ങളും എൻ്റെ കടപ്പാടുകളും എത്രമാത്രമുണ്ട് എന്ന് നമ്മുടെ മനസ്സിലേക്ക് നോക്കിയാൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എത്രയോ പേരെ നമ്മൾ അവഗണിക്കുന്നു, എത്രയോ പേരെ നമ്മൾ മാറ്റി നിർത്തുന്നു, എത്രയോ പേരെ നമ്മൾ കണ്ടില്ലാന്ന് നടിക്കുന്നു, എത്രയോ പേരെ നമ്മൾ ഉപദ്രവിക്കുന്നു. ഈശോയുടെ സ്നേഹിതരാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഇപ്പം ദൂരത്തിൻ്റെ പ്രശ്നം, ഇപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പോൾ കൊറോണ കാലത്ത് യാത്ര കുറഞ്ഞു എങ്കിൽ തന്നെയും ബസ്സിലൊക്കെയോ ട്രെയിനിലൊക്കെയോ ഒത്തിരി ദൂരം നമ്മൾ യാത്ര ചെയ്യുന്നു, മണിക്കൂറുകൾ യാത്ര ചെയ്യുന്നു. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുമായിട്ട് യാതൊരു സംസർഗവും ഇല്ലാതെ, യാതൊരു സംസാരവുമില്ലാതെ യാത്ര ചെയ്യാം. ഇപ്പം പിന്നെ മാസ്ക് ധരിച്ചതുകൊണ്ട് അതൊരു രക്ഷാകവചമായിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ദീർഘദൂര ബസ്സുകളിലൊക്കെ യാത്ര ചെയ്ത് ഒരക്ഷരവും പോലും മിണ്ടാതെ, ഒരുപക്ഷെ ഫോണിലൊക്കെ കേട്ടും സംസാരിച്ചിരിക്കുമായിരിക്കും. തൊട്ടടുത്താണ്, പക്ഷെ എത്രയോ ദൂരമാണ്. എന്നാൽ അതേ സമയം തന്നെ നമുക്കിഷ്ടമുള്ളവരെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ ഹൃദയത്തിൽ അടുത്ത് പിടിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു ഒരു ദൂരത്തിൻ്റെ മാത്രം വിഷയമല്ല, ഹൃദയത്തിൻ്റെ വിഷയമാണ്. ഞാൻ മറ്റുള്ളവരെ, സഹോദരങ്ങളെ എത്രമാത്രം കുരിശ് കിടക്കുന്ന ഈശോ, ആ ഈശോയ്ക്ക് ദൈവം ഏറ്റവും സമീപസ്ഥനായിരുന്നു. ആ ഈശോയ്ക്ക് ദൈവത്തിലേക്ക് ഒട്ടും ദൂരമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും, ശത്രുക്കളെയും എല്ലാം ആ ഹൃദയത്തിലേക്കാണ് ഈശോ സൂക്ഷിച്ചത് എന്ന് നമുക്ക് ഓർക്കാം. ആ യേശുവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ പാരമ്പര്യം, യേശുവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ പരമ്പരയിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ആ സ്നേഹവലയത്തിലാണ്, യേശുവിൻ്റെ സ്നേഹ കൂട്ടായ്മയിലാണ്, യേശുവിൻ്റെ സ്നേഹിതരാണ് നമ്മളെങ്കിൽ, അയൽക്കാരൻ നമുക്ക് അധികപ്പറ്റല്ല, അയൽക്കാരൻ നമുക്ക് അപകടമല്ല, അയൽക്കാരൻ നമുക്ക് ശല്യമല്ല, അയൽക്കാരൻ നമുക്ക് അനിവാര്യമാണ്. അയൽക്കാരനെ നരകമായിട്ട്, അതർ ഈസ് എ ഹെൽ എന്ന് വിളിക്കുന്ന ചിന്തകന്മാരുണ്ട്, അതർ ഈസ് എ ബ്ലെസ്സിങ് എന്ന് വിളിക്കുന്ന ചിന്തകന്മാരുണ്ട്. അപ്പോൾ നമ്മുടെ അയൽക്കാർ നമുക്ക് എന്താണ്? അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്നവർക്ക് അയൽക്കാരൻ അനുഗ്രഹമാണ്, അത്യാവശ്യമാണ് എന്ന് മറന്നു പോകരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെ
പരിശോധിക്കുവാൻ വേണ്ടി തന്നെ നമ്മൾ തയ്യാറാകേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ടോ? നമ്മുടെ സ്നേഹവലയത്തിൽ നിന്നും സ്നേഹ കൂട്ടായ്മയിൽ നിന്നും ചിലരെയെങ്കിലും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ പരിശോധിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് വിശുദ്ധ എലിസബത്ത് എഴുതിയത് ഇങ്ങനെയാണ്: ഫ്രാൻസിസ് പ്രാർത്ഥിക്കാനായി വന്നു. സുഹൃത്തുക്കളില്ലാത്തവരെ നോക്കി പുഞ്ചിരിച്ച് അടുത്തു ചെന്നു. ദരിദ്രർക്ക് അദ്ദേഹം ആഹാരം നൽകി. കുരുക്കിലകപ്പെട്ട ഒരു കുരുവിയെ അദ്ദേഹം രക്ഷപ്പെടുത്തി. ഒരു പിഞ്ചുകുട്ടിയെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുചെന്നാക്കി. പക്ഷേ ഒരു വാക്കുപോലും അദ്ദേഹം ഉരിയാടിയില്ല. പ്രാർത്ഥിക്കാമെന്ന മനുഷ്യനാണ്, അഥവാ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ചെയ്ത കാര്യങ്ങളോ സ്നേഹപ്രവൃത്തികളാണ്. സുഹൃത്തുക്കളില്ലാത്തവർക്ക് പുഞ്ചിരിയായിക്കൊണ്ട് സൗഹൃദം നീട്ടിയ ആ മനുഷ്യൻ, കൂട്ടിലകപ്പെട്ട കിളിയെ കൂട് തുറന്ന് മോചിപ്പിച്ച മനുഷ്യൻ, ഒരു കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയ മനുഷ്യൻ, ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യൻ, അതാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, അതാണ് ദൈവമനുഷ്യൻ, അതാണ് യേശുവിൻ്റെ സ്നേഹിതനായ മനുഷ്യൻ. ഫ്രാൻസിസ് എല്ലാവർക്കും ഒരയൽക്കാരനായിരുന്നു. ഫ്രാൻസിസ് മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും സർവ്വസൃഷ്ടിജാലങ്ങൾക്കും ഒരു സുഹൃത്തായിരുന്നു. യേശുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോൾ, ആ സ്നേഹം ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുമ്പോൾ, അത് എല്ലാ മനുഷ്യരോടും എല്ലാ ജീവജാലങ്ങളോടും മുഴുവനും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാവമായി മാറുകയാണ്. നമ്മുടെ പരസ്നേഹം പരോപകാര പ്രവൃത്തിയിലേക്ക് രൂപപ്പെടേണ്ടതാണ്. പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുവാനും വാക്കുകളെ പ്രവൃത്തികളായി, പുണ്യപ്രവൃത്തികളായി വിവർത്തനം ചെയ്യുവാനും നമുക്ക് സാധിക്കണം. ഈശോ ഒരു നല്ല സമറിയാക്കാരൻ്റെ ഉപമ പറയുന്നുണ്ട്. ഈ സമറിയാക്കാരനാണോ നല്ല മനുഷ്യൻ, നല്ല അയൽക്കാരനെന്ന് ഈശോ ചോദിച്ചിരുന്നെങ്കിൽ അല്ല എന്ന് പറയേണ്ടി വന്നാനെ. പക്ഷേ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് ഈശോ പറയുന്നത്. അതുകൊണ്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്: നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ അയൽക്കാരെന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ളവൻ തന്നെയാണ്, ആവശ്യക്കാരനാണ്. ഈ യാത്രാമധ്യേ ഈ സമറിയാക്കാരന് ഈ വീണുകിടക്കുന്ന മനുഷ്യൻ അയൽക്കാരനായിട്ടുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ അടുത്തുള്ളവരും ആവശ്യക്കാരുമായ വ്യക്തികളെ അയൽക്കാരായി പരിഗണിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ ജീവിതമായി മാറുന്നത്. അത് എൻ്റെ തന്നെ സ്വാർത്ഥം തേടിയുള്ള യാത്രയല്ല, എൻ്റെ സുഖസൗകര്യങ്ങൾ ഒരുക്കാനുള്ള യാത്രയല്ല, മറിച്ച് അപരനിലേക്ക്, അടുത്ത വ്യക്തിയിലേക്ക് ഉള്ള ഒരു യാത്രയാണ്. ആ യാത്ര തുടങ്ങുന്നത് ഈശോയിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. ആ യാത്ര തുടരുന്നത് ദൈവത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ അത് രൂപപ്പെട്ട് കഴിയുമ്പോൾ, അത് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്നേഹത്തിൻ്റെ മഹാസ്നാനമാണ് നമ്മൾ മറ്റുള്ളവർക്കും നൽകുന്നത്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് എന്ന് മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ നുണയും പറയുന്നു. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ, ക്രിസ്തു ശിഷ്യത്വത്തെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈശോയുടെ സ്നേഹിതരായിട്ട് ഇനിയും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഈശോയുടെ സ്നേഹവലയത്തിലേക്ക് ഇനിയും നമ്മൾ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ അയൽക്കാരെയും സഹോദരങ്ങളെയും മറ്റുള്ളവരെയും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അരൂപിയിൽ ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സ്നേഹ ജീവിതമാണ് ഈശോ നമ്മോട് നിന്ന് ആവശ്യപ്പെടുന്നത്. നമുക്ക് പരിശോധിക്കുകയും വേണ്ട തിരുത്തുകയും ഈശോയുടെ സ്നേഹ അരൂപിയിൽ കൂടെ കൂടെ സ്നാനപ്പെടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. നമ്മുടെ ബന്ധങ്ങളെ സ്നേഹത്തിൻ്റെ അളവുകോൽ വെച്ച് നമുക്ക് കാണാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിത നിലപാടുകളെയും പെരുമാറ്റ ശൈലിയെയും ഈ യേശുവിൻ്റെ സ്നേഹത്തിന് അരൂപിയിൽ
നമുക്ക് വിലയിരുത്താൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.